വാർത്തകൾ തുടരുന്നു. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം അവസാനിപ്പിച്ച ആശാവർക്കർമാർ. ജില്ലാ തലങ്ങളിൽ സമരം തുടരും. ഓണറേറിയം വർദ്ധിപ്പിച്ചത് സമര വിജയമെന്ന നിലപാടിൽ സമരസമിതി. നാളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമര പ്രതിജ്ഞാ റാലി. ഒരു മാസത്തെ കുടിശ്ശിക കൂടി ചേർത്ത് നവംബറിൽ ക്ഷേമ പെൻഷൻ. ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക 3600 രൂപ. 1864 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. സർക്കാർ ജീവനക്കാർക്ക് പുതുക്കിയ ശമ്പളം നാളെ മുതൽ. അതിദാരിദ്ര്യമുക്ത കേരളം എന്നത് ആദ്യ മന്ത്രിസഭയുടെ തീരുമാനമാണെന്ന് മന്ത്രി MB രാജേഷ്. ഒരു സുപ്രഭാതത്തിൽ എടുത്ത തീരുമാനമല്ല, വിശദ മാർഗരേഖ നേരത്തെ പുറത്തിറക്കിയതാണ്. ഒരു ആനുകൂല്യം പോലും ലഭിക്കാത്തവരാണ് പട്ടികയിൽ ഉൾപ്പെട്ടത്. വിദഗ്ധർ ഇതുവരെ എന്തുകൊണ്ട് ചോദ്യം ഉന്നയിച്ചില്ല എന്നും മന്ത്രി. KPCCക്ക് പുതിയ കോർ കമ്മിറ്റി. 17-അംഗ കോർ കമ്മിറ്റിയിൽ ദീപാദാസ് മുൻഷി, കൺവീനർ AK ആന്റണി, ശശി തരൂർ, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയവർ അംഗങ്ങൾ. നീക്കം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്. കേസന്വേഷണ വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവയ്ക്കരുതെന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് DGPയുടെ നിർദ്ദേശം. പ്രതികളുടെ കുറ്റസമ്മതം മാധ്യമങ്ങൾക്ക് നൽകരുത്. അന്വേഷണ പുരോഗതി പ്രസിദ്ധമാക്കരുതെന്നും സർക്കുലർ. നടപടി പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ. തെരുവ് നായ്കളുടെ വന്ധ്യകരണത്തിൽ കടുപ്പിച്ച് സുപ്രീം കോടതി. ചീഫ് സെക്രട്ടറിമാർ നേരിട്ട് ഹാജരാകണമെന്നും കോടതി. ഓൺലൈനായി ഹാജരാക്കാൻ അനുവദിക്കണമെന്ന ആവശ്യം തള്ളി. ഉത്തരവിനോടുള്ള ചീഫ് സെക്രട്ടറിമാർക്ക് അനാദരവ്. നടപടിയെടുക്കാതെ ഉറക്കം നടിച്ചെന്നും കോടതി. ബീഹാറിൽ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക പുറത്തിറക്കി NDA. വിദ്യാഭ്യാസ, ആരോഗ്യ, തൊഴിൽ മേഖലകളിൽ വമ്പൻ വാഗ്ദാനം. യുവാക്കൾക്ക് 1 കോടിയിലധികം തൊഴിലവസരങ്ങൾ. പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ. സ്ത്രീകളുടെ ഉന്നമനത്തിനും പത്രികയിൽ വമ്പൻ വാഗ്ദാനങ്ങൾ. മെൽബൺ 2020-ൽ ഇന്ത്യക്ക് തോൽവി. ഓസ്ട്രേലിയയുടെ ജയം 4 വിക്കറ്റിന്. ഇന്ത്യ ഉയർത്തിയ 126 റൺസ് വിജയലക്ഷ്യം. 40 പന്ത് ശേഷിക്കെ മറികടന്നു. ജോഷ് ഹസൽവുഡ് കളിയിലെ താരം.